ഹായ്, ഇന്നൊരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ പത്തിരീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളാണ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഇത് ചെയ്തെടുക്കുന്നത് പ്ലെയിൻ പച്ചവെള്ളത്തിലാണ്. വെള്ളം ചൂടാക്കിയ തിളപ്പിക്കുക ഒന്നുമില്ല, നമ്മൾ നോർമൽ കുടിക്കണ പച്ച വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഈ പത്തിരി ചെയ്തെടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിൽ ചുടുവെള്ളം ഉപയോഗിക്കാൻ പാടില്ല, പച്ചവെള്ളം വെച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോഴ്സിൻ്റെ ഈസി പത്തിരി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ തന്നെ അവർ ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചവെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അജ്മിൻ്റെ പുട്ടുപൊടിയൊക്കെ ഇല്ലേ, അതുപോലെ പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് അജ്മിയുടെ പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അല്ലേ. അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ ഡബിൾ ഹോഴ്സിൻ്റെ ഈസി പത്തിരിപ്പൊടി ഇട്ട പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു, ഉണ്ടാക്കിയാൽ റെഡി ആവുമോ പച്ചവെള്ളത്തിൽ. നമ്മളെന്നൊക്കെ പറഞ്ഞാൽ അത്രയും ശ്രദ്ധിച്ചുണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലേ പത്തിരി. അപ്പോൾ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ മൂന്നാമത്തെ വട്ടം ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. 2 വട്ടം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ ടൈമിലൊക്കെ. ഇതിപ്പോൾ അതാ നോമ്പല്ലാത്തൊരു ടൈമിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ആക്കിയതാണ്. മാത്രമല്ല നമുക്ക് പെട്ടെന്നൊരു പത്തിരി ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ സംഭവമാണ്. കൈ പൊള്ളാതൊക്കെ പത്തിരി അടിപൊളിയായിട്ട് ഉണ്ടാക്കുക. നമ്മൾ പറഞ്ഞാലാണ് ബാക്കിയുള്ളവർ പറയുള്ളൂ ഇതിങ്ങനെ ഉണ്ടാക്കിയതാണെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടി ഉണ്ടാക്കിയ അതേ പത്തിരിയുടെ പോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതായിട്ടൊന്ന് പത്തിരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ പക്ഷേ ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ലോണം വെള്ളം കുടിക്കും. ഈ പൊടിയിലേക്ക് നല്ല വെള്ളം വേണം, വെള്ളത്തിനൊരു കണക്കില്ല. കാര്യം നമ്മളിങ്ങനെ ഒഴിച്ച് നോക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഞാനിപ്പോൾ അത് ആദ്യം ആ ബൗളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് അതിനുശേഷം നമ്മൾ നോർമൽ ചെയ്യുന്ന മാതിരി ഒന്ന് ചാമ്പി എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മാതിരി ഒരുപാട് ടൈം എടുത്തിട്ട് അത് ചൂടാറാൻ നിൽക്കണം, കൈ ഇതാവണം നോക്കണം, ഇത് അങ്ങനെ ഒന്നുമില്ല. സിമ്പിളായിട്ട് ടപ്പ് ചെയ്യുന്ന പരിപാടി ഉണ്ട് കഴിഞ്ഞിട്ടുട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ ചാമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളൊന്ന് പാകത്തിനാക്കി എടുത്തതിൻ്റെ ശേഷം ചാമ്പി എടുത്തതിൻ്റെ ശേഷം നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ബോൾസ് ആക്കി എടുക്കുന്ന ടൈമിൽ നമ്മൾ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ആക്കി കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്തതിൻ്റെ ശേഷമാണ് ഇതാ ബോൾസ് ആക്കി എടുക്കുന്നത്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ, സംഭവം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളാണ്, എനിക്കിത് പറഞ്ഞിട്ട് മതിയാവണില്ല, കാരണം അത്രയും സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ ആര് കണ്ടുപിടിക്കണം, എങ്ങനെ കണ്ടുപിടിക്കണമാവോ. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുന്നതൊന്നും നല്ലതായിരിക്കില്ല, കാരണം അതിനുള്ള എന്തെങ്കിലും ഇതുണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണത് നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനിതൊന്ന് പരത്തിയെടുക്കാൻ പോവാണ്. പ്രസ് ഉണ്ടെങ്കിൽ പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്തതിൻ്റെ ശേഷം പ്രസ് ചെയ്തെടുത്താൽ മതി. പിന്നെ പരത്തണമെന്നൊന്നുമില്ല, പിന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും പത്തിരി നോർമലായിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പരത്തിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് അതുപോലെ തന്നെ ഇതിപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ട നല്ല നൈസായിട്ട് പരന്ന് വരുന്നുണ്ട്, ഒട്ടിപ്പിടിക്കണ ഒരു പ്രശ്നമില്ല, വക്കൊന്നും പൊട്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ പ്രൊഫഷണൽ പരത്തലല്ലാത്ത കാരണം ഡിസൈനിലൊക്കെ ചെറിയ മാറ്റമുണ്ട്, ഷേപ്പിലൊക്കെ. എന്തായാലും കുഴപ്പമില്ല, നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പത്തിരി ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. അല്ലാതെ ഇത് അതുപോലെ തന്നെ പൊടിയിട്ട് കൊടുത്തിട്ട് അതൊക്കെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുത്ത് പൊടിയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചുടുന്നത് നമ്മൾ നോർമൽ പത്തിരി ചുടുന്ന പോലെ തന്നെയാണ്. പിന്നെ പത്തിരി ഏത് പത്തിരി ആയാലും ചുടുന്നതിനും ഒരു നാക്കുണ്ട്, പത്തിരി ചപ്പാത്തിക്കൊക്കെ. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു സൈഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സൈഡ് പെട്ടെന്ന് മറിച്ചിട്ടിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ മറിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ രണ്ട് സൈഡും ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെയാണ് കേട്ടോ ശരിക്കും പത്തിരിയും ചപ്പാത്തിയൊക്കെ ചുടുന്ന ഒരു മെത്തേഡ്. അപ്പോൾ എന്തായാലും സംഭവം നമ്മളെ മുഴുവൻ പരത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചുടാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ചുടുന്നത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല പൊങ്ങി പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെള്ളത്തിൻ്റെ അളവൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഈ പൊടി നല്ലോണം വെള്ളം കുടിക്കൂട്ടുക. നമ്മൾ എത്ര കുറച്ച് പൊടി ഇട്ട് കൊടുത്താലും അതിലേക്ക് അത്യാവശ്യം നല്ല വെള്ളം വേണം. അപ്പോൾ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം മാത്രം നോക്കുക, എന്നിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കാര്യം ഇത് അത്രയും സംഭവം അടിപൊളിയാണ്. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ അജ്മിയുടെ പുട്ടുപൊടി പോലെ, അതുപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇതും. ഇത് അറിയണവരുണ്ടാവും ചിലപ്പോൾ. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇപ്പോൾ അടുത്തറിഞ്ഞത് ഇപ്പോൾ 2-3 ദിവസം മുന്നെയാണ്. അറിയാനും കാരണമുണ്ട്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന പത്തിരിപ്പൊടി കഴിഞ്ഞപ്പോൾ ഞാൻ ഗതികേട് കൊണ്ട് ഒരു പാക്കറ്റ് പത്തിരിപ്പൊടി മേടിച്ചപ്പോൾ എനിക്കിത് കിട്ടിയപ്പോൾ ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയിട്ടില്ല, അതുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു പച്ചവെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ടും എനിക്ക് ഭയങ്കര അത്ഭുതമായി, പച്ചവെള്ളത്തിലൊക്കെ പത്തിരി ഉണ്ടാക്കിയാൽ റെഡി ആവുമോ. കാരണം പത്തിരി എന്ന് പറയുന്നത് അത്രയും മെനക്കെട്ടൊരു സംഭവമാണ്.
എന്തായാലും സംഭവം വെറുത്താണ്, അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക.